കേരളം മൂടി പുതച്ചുറങ്ങുമ്പോൾ ജീവനുമായി നെട്ടോട്ടമോടുകയായിരുന്നു വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള ജനങ്ങൾ. തിങ്കളാഴ്ച രാത്രി അവർക്കെന്നത്തെയും പോലെ സാധാരണമായിരുന്നു. പുലർച്ചെ 2 മണിവരെ തൊട്ടടുത്ത് നിന്ന് കേട്ട ആ വലിയ ശബ്ദത്തോടെ അവരുടെ ജീവിതം ആകെ മാറിമറിഞ്ഞു. ആ നിമിഷം വരെ കൂടെയുണ്ടായിരുന്ന പലരും ചെളിയിൽ പുതഞ്ഞു. കൈക്കുഞ്ഞുങ്ങളെ വേർപെട്ട അമ്മമാർ, ഉറ്റവരെല്ലാം കുത്തിയൊലിച്ചു വന്ന പ്രളയത്തിൽ പല വഴിക്ക് ചിതറിപ്പോയി. രക്ഷിക്കൂവെന്ന നിലവിളി മാത്രം ഉയർന്നു. നേരം പുലർന്നപ്പോഴേക്കും കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായി വയനാട് മാറിക്കഴിഞ്ഞിരുന്നു. വയനാടിൽ നിന്ന് ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ നിലമ്പൂർ വരെ എത്തി. സങ്കടത്തിന്റെ ഉത്തര കേരളമാകെ ഒഴുകിപ്പരക്കുകയായിരുന്നു. മിനിറ്റുകൾ കഴിയുന്തോറും മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരുന്നു. രക്ഷാപ്രവർത്തനം ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഒന്നിനു പിറകെ ഒന്നായി മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. ദുരന്തമുഖത്തെ അവസ്ഥ പറയാൻ പോലും വാക്കുകൾ പോരാതെ വരുന്നു. സംസ്ഥാനം സാക്ഷ്യം വഹിച്ച മഹാദുരന്തമായി മാറിയിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ നാമാവശേഷമാകും വിധം തകർന്നു. ദിവസേനയുള്ള പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ ദുരന്ത വ്യാപ്തി വർദ്ധിക്കുകയാണ്. ഇതുവരെ മാത്രം 200-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തി. മണ്ണിനടിയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തു വരികയാണ്. മുണ്ടക്കൈ ഗ്രാമത്തിന് മുകൾ വശത്തായി ഇരുവഴിഞ്ഞിപ്പുഴയുടെ പ്രഭവ സ്ഥാനത്ത് ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും മലവെള്ളപ്പാച്ചിലിൽ കള്ളാടിപ്പുഴയ്ക്ക് കുറുകെ മുണ്ടക്കൈയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചു പോവുകയും ചെയ്തു. അതോടെ അട്ടമല, മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളും പുറം ലോകവുമായി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു. ശക്തമായ ഒഴുക്കിൽ പുഴ ദിശ മാറി ഒഴുകുകയും ചൂരൽമല അങ്ങാടി മുഴുവനായും ഒലിച്ചു പോവുകയും ചെയ്തു. കനത്ത മഴയും പുഴയിലെ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി. മലവെള്ളപ്പാച്ചിലിൽ വെള്ളാർമല GVHSS സ്കൂളിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായി. ഇന്ത്യൻ സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സംഘവും രക്ഷാപ്രവർത്തനത്തിനായി മുണ്ടക്കൈയിൽ എത്തി. സൈന്യവും ഫയർഫോഴ്സും ചേർന്ന് ചൂരൽമലയിൽ താൽക്കാലിക പാലം നിർമ്മിച്ചു. ചൂരൽമലയും മുണ്ടക്കൈയും തമ്മിലാണ് ഈ പാലം നിർമ്മിച്ചത്. മുണ്ടക്കൈ കടന്നു വന്ന ദുരന്തം കടന്നു പോകുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെയാണ് നിലമ്പൂരെത്തുന്നത്. ഈ വെള്ളച്ചാട്ടത്തിലൂടെ വരുന്ന മൃതദേഹങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത രീതിയിലാണ് വന്നടിയുന്നത്. തലയും കാലുകളും മറ്റു ശരീരഭാഗങ്ങൾ പോലും മനസ്സിലാകാത്ത വിധം. പ്രകൃതിയുടെ കൂട്ടക്കുരുതിയിൽ നമ്മുടെ ഉറ്റവരെ ഈ വിധം കാണുന്നതിന്റെ വേദന നാം ചിന്തിക്കുന്നതിലും അതീതമാണ്. പ്രകൃതി കലിതൊള്ളി ഈ കാണിച്ചു കൂട്ടുന്നത് നാം അടക്കമുള്ള മനുഷ്യർ പ്രകൃതിയോട് കാണിച്ച ക്രൂരതയാകാം. പക്ഷെ അതിൽ ബലിയാടാകുന്നത് ഈ നിസ്സഹായരായ മനുഷ്യരാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഈ സാഹചര്യത്തിൽ മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. നമ്മളിതും അതിജീവിക്കും. നെഞ്ചോട് ചേർക്കാം വയനാടിനെ.